പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് തിരുവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നൽകിയ വലിയ രസാവകാശത്തിനായിട്ട് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥ അല്പം നമുക്ക് പ്രതികൂലമാണ്, എങ്കിലും കർത്താവ് നമുക്ക് അനുകൂലമാണ്. ഇതിനേക്കാളൊക്കെ മോശമായ സാഹചര്യങ്ങളിൽ ഒക്കെ കടന്നു വന്നവരാണ് നമ്മൾ എന്നുള്ളതുകൊണ്ട് ഏത് സാഹചര്യത്തിലും സഭയിലെ മീറ്റിങ്ങുകളിൽ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഉത്സാഹമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഇതൊന്നും ഒരു തടസ്സമേ അല്ല എന്നുള്ളതാണ്. നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് കുടുംബമായി തന്നെ ഈ ക്ലാസ്സുകളിൽ കടന്നു വരുവാനായിട്ട് കൃപ ചെയ്തു. ഞങ്ങളുടെ മൂത്ത മകൻ അവൻ 12ാം ക്ലാസ്സിലായിരുന്നു, +2 ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. അവന് നല്ലൊരു വിജയം കർത്താവ് നൽകി. എന്നാൽ അവൻ്റെ തുടർന്നുള്ള സെക്കുലർ സ്റ്റഡീസിന് പോകുന്നതിന് മുമ്പ് 2 വർഷം ദൈവവചനം പഠിക്കാനായിട്ട് അടുത്ത ആഴ്ചയിൽ ചെന്നൈയിൽ സ്റ്റുവാർട്ട് ബൈബിൾ കോളേജിലേക്ക് കടന്നു പോവുകയാണ്. ദൈവങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ പുള്ളി ഉണ്ടാകത്തില്ല. കർത്താവ് എത്രത്തോളം സഹായിച്ചു ഓർത്ത് ദൈവത്തിൻ്റെ എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. എബ്രായലേഖനത്തിൻ്റെ 2ാമത്തെ പ്രധാന ഹെഡിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് നമ്മൾ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ചിന്തിച്ചത്. ഇനി അതിൻ്റെ 2ാം ഭാഗം ബി എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ ബിയിൽ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ അതിശ്രേഷ്ഠൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 8ാം അധ്യായം 1 മുതൽ 10ാം അധ്യായത്തിൻ്റെ 32 വരെയുള്ള വാക്യങ്ങളിലാണ് അത് നമ്മൾ കാണുന്നത്. അതിൻ്റെ 1ാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചു. അവിടുന്ന് തൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠനായിരിക്കുന്നത് ശ്രേഷ്ഠമായൊരു മന്ദിരത്തിൽ കർത്താവ് ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവർ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് 8ാം അധ്യായത്തിൻ്റെ 5ാം വാക്യത്തിൽ പറയുന്നത്, 6ാം വാക്യത്തിൽ 5ാം വാക്യം, കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവർ എന്ന് പറഞ്ഞാൽ പഴയ നിയമ പുരോഹിതന്മാർ സ്വർഗീയമായതിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമായതിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ നമുക്കുള്ള എബ്രായലേഖനത്തിലെ ആ വാക്ക് നമ്മുടെ പുരോഹിതൻ, നമുക്കുള്ള പുരോഹിതൻ സ്വർഗീയമായ ആലയത്തിൽ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്, ശ്രേഷ്ഠമായൊരു മന്ദിരത്തിലാണ്. 2ാമത്തേത്, അവർ മാറിപ്പോകുന്ന ഒരു നിയമത്തിൽ, ദൈവം ആണയിട്ട് ഉറപ്പിക്കാത്ത ഒരു നിയമത്തിൽ, അല്ലെങ്കിൽ ഒരു നിശ്ചയമായ രക്ഷ വാഗ്ദാനം ചെയ്യാത്ത ഒരു നിയമത്തിന്മേലാണ് അവർ ശുശ്രൂഷിച്ചതെങ്കിൽ 6ാമത്തെ വാക്യത്തിൽ പറയുന്ന 8ന്റെ 6 പറയുന്നു, അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകിയാൽ അതിൻ്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷ പ്രാപിച്ചിരിക്കും. വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. ആ നിയമത്തിന്മേലാണ് കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നത്. 3ാമത്തേത്, ശ്രേഷ്ഠമായൊരു ശുശ്രൂഷയാണ് കർത്താവ് നിവർത്തിക്കുന്നത്. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ശുശ്രൂഷിച്ച ശുശ്രൂഷകളെ സംബന്ധിച്ച് 9ാം അധ്യായത്തിൻ്റെ 1 മുതൽ 29 വരെയുള്ള വാക്യം, ഒടുവിലത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചതാണ്. അവിടെ പറയുന്നത് ഇതാണ്, അവർ ജനത്തിന് എവിടേക്കാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായ പ്രവേശനം നൽകാൻ കഴിയാത്ത ഒരു ശുശ്രൂഷയാണ് അവർ നൽകിയത്, അവർ ചെയ്തത്. മാത്രമല്ല, ആരാധനക്കാരുടെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത ശുശ്രൂഷകളായിരുന്നു. അതിൻ്റെ വാക്യങ്ങൾ ഞാൻ വീണ്ടും എടുക്കുന്നില്ല. അതാണ് നമ്മൾ ഒടുവിലായിട്ട് കണ്ടത്. ഇന്ന് നമ്മളതിൻ്റെ 4ാമത്തെ കാരണം, കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠനായിരിക്കുന്നതിൻ്റെ 4ാമത്തെ കാരണം അതിൻ്റെ 10ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. 10ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ശ്രേഷ്ഠമായ ഒരു യാഗം കർത്താവ് നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് വായിക്കാം. 1 മുതൽ 4 സർവ്വബോധ്യം കഴിവുള്ളതല്ല, അല്ലെങ്കിൽ ആരാധനക്കാർക്ക്
പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നീടായതുകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ഇപ്പോഴും ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ലേവ്യ എബ്രായ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കളെ ഉദ്ബോധിപ്പിക്കുക, വിശ്വാസത്തിൽ ഉറപ്പിക്കുക, അവരുടെ സംശയത്തെ ദൂരീകരിക്കുക, അവരിലുള്ള ആ ചാഞ്ചാട്ടത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ഏതൊരു കാര്യത്തെക്കാളും, ഏതൊരു പുരോഹിതനേക്കാളും, പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ശ്രേഷ്ഠമാണെന്ന് എണ്ണുന്ന ഏതൊന്നിനേക്കാളും ഇപ്പോൾ തങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ക്രിസ്തു ശ്രേഷ്ഠനാണ്, ക്രിസ്തു മാത്രം മതിയാകും എന്നുള്ളതാണ് അവരെ ബോധിപ്പിച്ചുണർത്തുന്നത്. ഇന്ന് അനേക ആളുകളിലും ഉള്ള ഒരു പ്രശ്നം കർത്താവ് മാത്രം മതിയോ എന്നുള്ളതാണ്. ഒരു സാധാരണ ജീവിതം തന്നെ നമ്മൾ തന്നെ എടുത്താൽ നമ്മളും കൂടെ കുറേ കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇന്ന് ഒരു വിവാഹത്തിന് പങ്കെടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. കോട്ടയത്തെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ധ്യാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ സഹോദരന്മാർ പല കാര്യങ്ങളും ചോദിക്കുക. അപ്പം പലർക്കും ആ ഒരു സംശയം ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മളും കൂടെ പരിശ്രമിക്കണ്ടേ, നമ്മളും കൂടെ കുറേ കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നുള്ള ഒരു സംശയം. അപ്പം ഈ ക്രിസ്തു സർവശ്രേഷ്ഠനായതുകൊണ്ട് ക്രിസ്തുവിൽ നമുക്ക് എല്ലാം ഉണ്ട് എന്നുള്ള ഒരു കൃത്യതയാർന്ന ഒരു നിലയിലേക്ക്, നിലപാടിലേക്ക്, വിശ്വാസത്തിലേക്ക്, ബോധ്യത്തിലേക്ക്, ഒരു ആശ്രയത്തിലേക്ക്, ദൈവത്തിൻ്റെ സർവ്വശക്തിയിലും പരമാധികാരത്തിലുള്ള ഒരാശ്രയത്തിലേക്ക് അവർ കൈപിടിച്ച് നടത്തുകയാണ് ലേഖനകർത്താവ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു താരതമ്യം ചെയ്യുകയാണ്. എന്താണ് താരതമ്യം? നിയമം, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ അതിന് ഒരു നാളും കഴിയുന്നതല്ല. അപ്പോൾ വരാനിരുന്ന നന്മകളുടെ നിഴൽ മാത്രമാണെന്ത്? ന്യായപ്രമാണം. ന്യായപ്രമാണത്തിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും വരാനിരുന്ന ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാണ്, പ്രതിബിംബങ്ങളാണ്, നിഴൽ മാത്രമാണ്. അതാണ് ശ്രേഷ്ഠമായ യാഗമായിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. നമ്മൾ ചിന്തിക്കുന്നത് ലേവ്യ യാഗങ്ങളുടെ അപര്യാപ്തതയാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ലേവ്യ യാഗങ്ങളുടെ അപര്യാപ്തത. എന്തുകൊണ്ടാണ് അത് അപര്യാപ്തമായിരിക്കുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം അവ കേവലം നിഴലുകളും വരാനിരുന്ന ക്രിസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുമായിരുന്നു. അപ്പോൾ പൊരുളായ ക്രിസ്തു വന്നു കഴിഞ്ഞു, അല്ലയോ സഹോദരങ്ങളെ? എന്തിനെക്കുറിച്ചായിരുന്നു ലേവ്യ യാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്? ലേവ്യ യാഗങ്ങൾ പ്രദർശിപ്പിച്ചു കൊണ്ടിരുന്ന ആ സത്യം, പൊരുൾ എന്തായിരുന്നു? ആ പൊരുൾ വന്നു കഴിഞ്ഞു. ആ പൊരുൾ വന്നു കഴിഞ്ഞു. നിങ്ങളിനി നിഴലിലേക്ക് നോക്കേണ്ടത്, അല്ലെങ്കിൽ നിഴലിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ആ പൊരുളായവൻ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഓ ദൈവത്തിന് സ്തോത്രം. എവിടെ? കൊലോസ്യ ലേഖനം 2-ാം 16-ാം വാക്യം നമുക്കറിയാവുന്നൊരു വാക്യമാണ്. മോനെ ഒന്ന് വായിച്ചിട്ട്. അതുകൊണ്ട് 16. വരുവാനിരുന്നവൻ്റെ നിഴലാണ് പെരുന്നാൾ. ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിൽ ആരും നിങ്ങളെ വിധിക്കരുത്, കുറ്റം വിധിക്കരുത്. അതെന്താണ് കാരണം? ഇതൊക്കെ വരാനിരുന്ന ക്രിസ്തുവിൻ്റെ നിഴലാണ്. 9-ാം അധ്യായത്തിൽ തന്നെ നമ്മളത് കണ്ടതാണ്. അതിൻ്റെ 11-ാം വാക്യം, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട്. അപ്പം അതെല്ലാം ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ ലേവ്യ യാഗങ്ങളെല്ലാം എന്താണ്? വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമാണ്, പ്രതിരൂപങ്ങൾ മാത്രമാണ്. രണ്ടാമത്തേത് അതിൻ്റെ അപര്യാപ്തതയുടെ കാര്യം. രണ്ടാമത്തെ കാരണം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും, അടുത്ത വാക്ക്, ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും അവ ആവർത്തന വിരസത ഉളവാക്കുന്നതാണ്, റിപ്പറ്റേറ്റീവാണ്. 11-ാം വാക്യം, ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ അകറ്റുവാൻ
എന്താണ്? പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. കൂടെ കൂടെ കഴിച്ചുകൊണ്ട്, പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങളെ കൂടെ കൂടെ അർപ്പിച്ചുകൊണ്ട്. ഒന്നാം വാക്യത്തിൽ പറയുമ്പോൾ അതേ യാഗങ്ങളെ ആണ്ടുതോറും ഇടവിടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ആവർത്തിച്ച് ചെയ്യുന്നു. രാവിലെ അർപ്പിക്കുന്ന ദിവ്യബലിയാണ് എന്ത് ചെയ്യുന്നത്? വൈകുന്നേരം അർപ്പിക്കുന്നത്. ഇതേ ദിവ്യബലിയാണ് അടുത്ത ആഴ്ചയിൽ അർപ്പിക്കുന്നത്. സാധാരണ പറയുന്നൊരു വാക്കുണ്ടല്ലോ, കുർബാന. കുർബാന എന്ന് പറഞ്ഞാൽ എന്താ? യാഗം. യാഗം യാഗം നമ്മൾ ഹിന്ദിയിൽ പറയുമല്ലോ, ദേശ് കെ ലിയെ കുർബാൻ ദിയ. ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ബലിയായി തീർന്നു എന്ന് പറയും. അപ്പോൾ ബലി അർപ്പണമാണ്. എല്ലാ ആഴ്ചയും അർപ്പിക്കുകയാണ്. എല്ലാ ആഴ്ചയും അർപ്പിക്കണോ? ഈ 9, 10 അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഒരിക്കൽ എന്നേക്കുമായി ഇവിടെ അർപ്പിച്ചു. അതേസമയം അതെന്ത് ചെയ്യുന്നു? അത് പ്രത്യേകം അത് എടുത്ത് പറഞ്ഞിരിക്കുക. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അർപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ആവർത്തിച്ച് അർപ്പിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? അതവിടെ പറയുന്നുണ്ടല്ലോ. എന്താ? 3-ാമത്തെ വാക്യത്തിൽ, 2-ാം വാക്യത്തിൽ. അല്ലെങ്കിൽ ആരാധനക്കാരന് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായതുകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുപോകില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ. അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ, അടുത്ത ദിവ്യബലിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താ പറയുന്നത്? പാപികളായ ഇയാളാരാ? എന്നും ആരാ? ഇയാൾ മരിച്ചാലും ആരാ? മരിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? പാപിയായ അങ്ങയുടെ ദാസനോട് കരുണ തോന്നണമേ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും, ശ്രദ്ധിച്ചാട്ടെ, ജീവിച്ചിരിക്കുമ്പോഴും ഈ വ്യക്തിയും മരിച്ചു കഴിഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടും നിരന്തരമായിട്ട് ഒരേ കാര്യം തന്നെ അവിടെ പറയുന്ന വാക്ക് പറയുകയാണെങ്കിൽ ഇടവിടാതെ ആവർത്തിച്ച് അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആവർത്തിച്ച് ചെയ്യേണ്ടത് ആവശ്യം എന്തുകൊണ്ടാണ്? പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുന്നില്ല. അത് റിപ്പറ്റേറ്റീവാണ്, ആവർത്തന വിരസതയുള്ളതാണ്. മൂന്നാമത്തേത്, ലേവ്യയാഗങ്ങളുടെ അപര്യാപ്തതയുടെ മൂന്നാമത്തെ കാരണം അത് ഇനെഫക്റ്റീവാണ്, അപര്യാപ്തമാണ്. 1-ാം വാക്യവും 4-ാം വാക്യവും 11-ാം വാക്യവും അത് നിഴലാണ്. മാത്രമല്ല ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുന്നതല്ല. അടുത്തു വരുന്നവർക്ക് എന്തു വരുത്താൻ കഴിയുന്നില്ല? സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയുന്നില്ല. 4-ാം വാക്യം, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. 11-ാം വാക്യം, ഏതൊരു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ അർപ്പിച്ചുകൊണ്ട്. അപ്പോൾ പാപങ്ങളെ പരിഹരിക്കാൻ കഴിയാത്തതാണ്, സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാത്തതാണ്. ആടുകളുടെയും കാടക്കള്ളാങ്ങളുടെയും രക്തത്തിന് പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നതല്ല. പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയുകയില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ലേവ്യയാഗങ്ങളുടെ അപര്യാപ്തതയാണ് മൂന്നാമത്തേത്. 4-ാമത്തേത്, അവ ക്ലേശകരമാണ്, ബേഡൻസം. 2-ാം വാക്യത്തിൽ അത് പറയുന്നു. അല്ലെങ്കിൽ ആരാധനക്കാരന് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായതുകൊണ്ട്. പാപങ്ങളെക്കുറിച്ച് പിന്നെ എന്തില്ല? ഞാൻ പാപിയാണ് എന്ന പാപമോചനം എന്ന് പറഞ്ഞാൽ എന്താ? പാപമോചനം 9-ാം അധ്യായത്തിന് 9-ാം വാക്യം നമ്മൾ പഠിച്ചതല്ലേ? എന്താ? ആ കൂടാരം ഈ കാലത്തേക്കൊരു സദൃശ്യമാകുന്നു. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത അതേ യാഗങ്ങളും വഴിപാടുകളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയുന്നില്ല. പാപമോചനം എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു, എൻ്റെ പാപങ്ങളെ ദൈവം മോചിച്ചു, ഞാൻ പാപവിമുക്തനായി, ദൈവസന്നിധിയിൽ സ്വീകാര്യനായി, എൻ്റെ പ്രാർത്ഥനയും സ്തോത്രവും ആരാധനയും എൻ്റെ ദൈവം സ്വീകരിക്കാൻ എൻ്റെ അരികിൽ അവനുണ്ട് എന്ന ബോധ്യമാണ് പാപം. പാപമോചനം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ബോധ്യമാണ്. ബോധ്യം, ദൈവം എന്നോട് ക്ഷമിച്ചു,
ദൈവവും ഞാനും തമ്മിൽ നിരപ്പ് വന്നു. ഇത് വരുന്നില്ല അവിടെ. അതുകൊണ്ട് ആ ഭാരം നിൽക്കുകയാണ്, ആ ഭാരമുള്ളിൽ നിൽക്കുകയാണ്, മനസാക്ഷിയിൽ ആ പ്രശ്നം നിൽക്കുക. അതുകൊണ്ടാണ് വീണ്ടും 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 അതാ കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുള്ളവർ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആത്മാക്കൾക്ക് ആത്മാവിലുള്ള ആശ്വാസം ലഭിക്കും. എൻ്റെ പാപങ്ങൾ ദൈവം മോചിച്ചു എന്നുള്ളത് ഇവിടെ അത് കിട്ടുന്നില്ല. കിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്, അത് അർപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. ഓ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 1-2 വാക്യങ്ങൾ കൂടെ വായിക്കാം. അതിൻ്റെ 11-ാം വാക്യം കൂടെ. ഏത് നിൽക്കുന്നു, കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത്, അത് എന്താ പറയുന്നത്, അത് അത്രയേറെ ക്ലേശകരമായ ഒരു കാര്യമായിട്ട് അവരുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നു, അവരെ അത് ബോധ്യപ്പെടുത്തേണ്ടതിന് എന്നുള്ളതാണ്. എന്നാൽ അവിടെയാണ് നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠത, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത വെളിപ്പെടുന്നത്. എന്താണ് കാരണം? നമ്മൾ ഇതിനെ ഓരോന്നിനെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 10-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 10 മുതൽ 14 വരെ. ദൈവത്തിന് സ്തോത്രം. 17-18 വാക്യങ്ങൾ കൂടെ. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളയിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ആവശ്യമില്ല. അവിടെ ആ 17-ാം വാക്യത്തിൽ 17-ാം വാക്യം ഒന്ന് നോക്കിയാട്ടെ. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. 2-ാം വാക്യത്തിൽ നമ്മളെന്താ വായിച്ചത്? 2-ൽ എന്താ വായിച്ചത്? അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്ന് പോയേനെ. ഇവിടെ നിന്ന് പോകുന്നില്ല. എന്തുകൊണ്ട്? പാപങ്ങളെക്കുറിച്ച് എന്തു വരുന്നു? ബോധം വരുന്നു, ഓർമ്മ വരുന്നു. ദൈവം പറയുന്നത്, ഞാനിതാ ഒരു യാഗം അർപ്പിക്കാൻ പോവുകയാണ്, ഒരു പരമയാഗം അർപ്പിക്കാൻ പോവുകയാണ്, ഒരു അൾട്ടിമേറ്റ് സാക്രിഫൈസ്. ഇതിനപ്പുറത്ത് ഇനി ഒരു യാഗം ഇല്ല. യോഹന്നാൻ എന്താ കർത്താവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞത്? എന്താ പറയുക? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ സാധാരണഗതിയിൽ യാഗമൃഗം ആരുടെ പാപത്തെ ചുമക്കുന്നത്? മനുഷ്യരുടെ പാപത്തെ ചുമക്കുന്നത്. അതൊരു വ്യക്തിയുടെയാണ്. ഇപ്പം യാഗാർപ്പിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഓരോരുത്തരും കൊണ്ടുപോവുകയാണ്. അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, നിലവാരം അനുസരിച്ച് കാളയെയോ ആടിനെയോ പ്രാവിനെയോ ഒക്കെ കൊണ്ടുപോവുകയാണ്, കയ്യിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു ആടിനെ കൊണ്ടുപോവുക. ഈ ആട് ആരുടെ? ജോൺസൻ്റെ ആടാണ്. ജോൺസൻ്റെ ആടാണ്. ഇവിടെ ഇതാ ഒരു ആട്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവം കൊണ്ടുവരിക, ദൈവത്തിന് വേണ്ടിയിട്ടല്ല, ദൈവം അത് അർപ്പിക്കുകയാണ്. ദൈവം അത് അർപ്പിക്കുക. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവം പരമമായിട്ടുള്ള ഒരു യാഗം ദൈവം അർപ്പിക്കുക ലോകത്തിന് വേണ്ടിയിട്ട്. ഇനിയൊരു യാഗമില്ല. എന്താണ് കാരണം? എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഇനിമേൽ ഞാൻ അവരുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ഓർക്കുകയില്ല. ദൈവം ഓർക്കുന്നില്ല. ദൈവം ഓർക്കുന്നില്ല, ദൈവം ക്ഷമിച്ചു എന്ന ബോധ്യം നമുക്ക് ലഭിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? വേറൊരു യാഗത്തിൽ ചെന്ന് ആശ്രയിക്കാത്തത്. വേറെ ഒരു യാഗത്തിലേക്ക്, വേറെ ഒരു ദിവ്യബലിയിലേക്ക്, ഒരു കുർബാനയിലേക്ക് വീണ്ടും വീണ്ടും ചെന്ന് എനിക്ക് ആശ്രയിക്കാൻ ആവശ്യമില്ലാത്തത്. ദൈവം പരമമായൊരു യാഗം ചെയ്തു, ആവർത്തിച്ചർപ്പിക്കാൻ ആവശ്യമില്ലാത്ത ഒരു പരമയാഗം ദൈവം അർപ്പിച്ചു എന്നിട്ട് ദൈവവചനം പറയുകയാണ്,
ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. ഇനി ആവശ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആവശ്യമില്ല, ശേഷിക്കുന്നില്ല. ദൈവത്തിന് അർപ്പിക്കേണ്ടുന്ന ആ യാഗം ദൈവം ചെയ്തു, അർപ്പിച്ചു കഴിഞ്ഞു. പരമമായ യാഗം കർത്താവ് അർപ്പിച്ചു കഴിഞ്ഞു. അടുത്തത്, എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ആ യാഗം ശ്രേഷ്ഠമായിരിക്കുന്നത് എന്നുള്ളത്, ഒന്ന്, അത് ഏറ്റവും അൾട്ടിമേറ്റായ ഒരു പരമയാഗമായിരുന്നു. പിതാവായ ദൈവത്തിന് മനുഷ്യവർഗത്തിന് വേണ്ടി അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പരമമാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്കില്ല. രണ്ടാമത്തേത്, അത് ഏകയാഗമാണ്. ഈ നേരത്തെ നമ്മൾ കണ്ടു, ആവർത്തിച്ച് അർപ്പിക്കുന്നു, കൂടെ കൂടെ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇടപെടാതെ അർപ്പിക്കുന്നു എന്നുള്ള വാക്കുകൾ കണ്ടു. എന്നാൽ ഈ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ കണ്ടോ, ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ. അതുപോലെ അതിൻ്റെ 12-ാം വാക്യം, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്. 11-ാം വാക്യം എന്താ? ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് പറയും, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം അർപ്പിച്ചിട്ട്. 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തുന്നു. ഏകയാഗം ആവർത്തിച്ച് വരും, ഒരിക്കൽ. അത് 9-ാമത്തെ അധ്യായത്തിലുണ്ട്, 12-ാം വാക്യത്തിലുണ്ട്. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. ഒരിക്കലായിട്ട്. അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. 24 വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 24 ആവശ്യമില്ല. അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാവുകൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അവൻ കൂടെ കൂടെ അർപ്പിക്കാൻ ആവശ്യം ഇല്ല. എല്ലാ ആഴ്ചയും അവൻ്റെ ശരീരത്തെയും രക്തത്തെയും വീണ്ടും ബലിയായി അർപ്പിക്കാൻ ആവശ്യമില്ല. അത് ആവർത്തിച്ച് അർപ്പിക്കാൻ ആവശ്യമില്ല. അത് ദൈവം ഒരിക്കൽ എന്നേക്കുമായി എന്ത് ചെയ്തു? അർപ്പിച്ചു. ആ വാക്കുകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ എന്നേക്കുമായി ഏകയാഗം അർപ്പിച്ചു. ഒരാൾ രക്ഷിക്കപ്പെടാൻ വേറെ ഒന്നും വേണ്ട. അത് ഈ കാര്യം എന്ത് ചെയ്യണം? ഈ കാര്യം അല്ല, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. യേശുവിൻ്റെ ക്രൂശുമരണം ഈശോ പാപികൾക്ക് വേണ്ടി മരിച്ച് പോരാ. അതങ്ങനെയാണെങ്കിൽ പാപമോചനത്തിന് വേണ്ടി കൂടെ കൂടെ അർപ്പിക്കുന്നവയിൽ നിന്ന് എന്ത് ചെയ്യണം? അകന്നു മാറും. കൂടെ കൂടെ അർപ്പിക്കുന്നത് അവയെ ദൈവം എന്ത് ചെയ്തു? എന്നേക്കുമായി നിർത്തി. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ക്രിസ്തു ലോകസ്ഥാപനം മുതൽ എന്ത് ചെയ്യേണ്ടി വന്നേനെ? പലപ്പോഴായി കഷ്ടം അനുഭവിക്കേണ്ടി വന്നേനെ. അല്ല, ഏകയാഗം ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ചു. നമ്മൾ ഞായറാഴ്ച രാവിലെ വന്ന് അതാ ഓർക്കുന്നത്. ആ യാഗം അതൊരു പരമമായ യാഗമായിരുന്നു. ഒരു അൾട്ടിമേറ്റ് സാക്രിഫൈസ് ആയിരുന്നു. എനിക്ക് വേണ്ടി ഒരിക്കൽ എന്നേക്കായി ദൈവം അർപ്പിച്ച യാഗമായിരുന്നു. മാത്രമല്ല, ആ യാഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മളവിടെ കാണുന്നത്, അത് സമ്പൂർണത വരുത്തിയ യാഗമാണ്. നമ്മളതിനു മുമ്പ് കണ്ടു, ലേവ്യയാഗത്തിൻ്റെ അപര്യാപ്തതകളിലൊന്നാണ് അടുത്തു വരുന്നവർക്ക്, 1-ാം വാക്യത്തിൻ്റെ ഒടുവിൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാത്തതാണ്. പാപങ്ങളെ പരിഹരിക്കാൻ കഴിയാത്തതാണ്. ഒരിക്കലും പൂർണ്ണത വരുത്താൻ കഴിയാത്തതാണ്. എന്നാൽ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുമെന്നല്ല, വരുത്തിയിരിക്കുന്നു. 10-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ
ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ സദാകാലത്തേക്കും എന്തു വരുത്തി? ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുസഹോദരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അശ്രാന്ത പരിശ്രമം കഴിച്ചൊരു കാര്യമാണ്. രക്ഷയും അല്ലെങ്കിൽ നീതീകരണവും വിശുദ്ധീകരണവും എല്ലാം എന്തിനാലാണ്? എല്ലാം എന്തിനാലാണ്? കൃപയാലാണ്. എല്ലാം കൃപയാലാണ്. ഒന്നിനും എന്തു വേണ്ട? നമ്മുടെ പരിശ്രമം വേണ്ട. രക്ഷിക്കപ്പെടുവാൻ മാനസാന്തരവും ആഗ്രഹവുമാണ് നമ്മെ അതിലേക്ക് നയിച്ചതെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ദൈവപ്രസാദകരമായി ജീവിക്കുവാൻ വിശുദ്ധീകരണത്തിനും ആവശ്യവും അതുമാത്രമാണ്. മനുഷ്യൻ്റെ വശത്ത് നിന്ന് ഞാനും കൂടെ അതിനെ ഇത് ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, ഞാനത് ചെയ്യാതിരിക്കാം. അങ്ങനെ ഞാനൊരു സഹോദരനോട് പറഞ്ഞു, സഹോദരൻ പറഞ്ഞു, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. അത് പറയണ്ട, അതാരും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ദൈവം പറയുന്ന അങ്ങനെ പറയാനല്ല, ആണോ? ഇനി ഞാൻ ചെയ്യില്ല എന്നാണോ പറയണ്ടേ? ഒന്ന് ചിന്തിച്ച് നോക്കി. എന്താ ദൈവം ആവശ്യപ്പെടുന്നത്? നമുക്കൊരു തെറ്റ് പറ്റും. അപ്പോൾ നമ്മളെന്താ പറയേണ്ടത് ദൈവത്തോട്? ഇനി കർത്താവേ ഞാനിനി അത് ചെയ്യില്ല എന്നാണോ പറയണ്ടേ? അത് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രാപ്തിയും നമുക്ക് ഇല്ല, നമുക്ക് കഴിവില്ല. സ്വതസിദ്ധമായ മനുഷ്യനതിനുള്ള പ്രാപ്തി ഇല്ല. അപ്പോൾ നമ്മളത് പറയണ്ട, ഞാൻ ചെയ്യില്ലെന്ന്, എനിക്കതിനുള്ള കഴിവില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയും? ഞാൻ പറയേണ്ടത് സർവശക്തനും പരമാധികാരിയായ ദൈവത്തിന് മുമ്പിൽ ചെന്ന് ഞാൻ ചെയ്തത് തെറ്റിപ്പോയെന്നും കർത്താവേ ഇനി അത് ചെയ്യാതിരിക്കുവാൻ അവിടുത്തെ കൃപ എനിക്ക് ആവശ്യമാണ്, എന്നെ സഹായിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നൊരു കാര്യം, ഈ ഏകയാഗത്താൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വസിക്കുന്നവരെ, നമ്മെ, അവിടെ നാം, യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ സദാകാലത്തേക്കും എന്ത് ചെയ്തിരിക്കുന്നു? സദാകാലത്തേക്കും. അല്ലേ? അല്ലേ? ഉണ്ട്. നിങ്ങളുടെ ആ ഇരിപ്പ് കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് സംശയം തോന്നുന്നു, ഇല്ലേ എന്നുള്ളത്. ഉണ്ട്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിച്ചപ്പോഴേ എത്ര നാളത്തേക്കാ? ഈ ഏകയാഗത്താൽ. അതാണ് ഇവിടെ താരതമ്യം. ഇനി നിങ്ങൾ ആ പഴയതിലേക്ക് പോയാലുണ്ടല്ലോ, ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയില്ല. അതാണ് എബ്രായ വിശ്വാസികളോട് പറയുന്നത്. 10:28 നോക്കി, 26 സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ആപേതാ മനഃപൂർവമായ പാപേതാ? സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ പിന്നെ എന്തേ ഉള്ളൂ? എതിരാളികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയേ ഉള്ളൂ. അപ്പം എൻ്റെ അർത്ഥം എന്താ മനഃപൂർവമായ പാപം ഏതാ? അവിശ്വാസം. അവിശ്വാസം. ദൈവം പരമമായ ഒരു യാഗം അർപ്പിച്ചു, ഒരു ഏകയാഗം, ഒരിക്കൽ എന്നേക്കുമായി. നീ അർപ്പിക്കുന്ന പോലെ 25,000 മുട്ടനാടിനെ കൊണ്ടുവന്നിട്ടല്ല, നീ അർപ്പിക്കുന്ന പോലെ ഒരു കാളയെ കൊണ്ട്, ഒരു പ്രാവിനെ കൊണ്ടുവന്ന് അർപ്പിച്ചതല്ല. ദൈവത്തിന് ഉണ്ടായിരുന്ന സകലവും നിന്റെ മോചനത്തിനായി ദൈവം അർപ്പിച്ചു. ഏകജാതനായ പുത്രനെ അർപ്പിച്ചു. ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ദൈവം അർപ്പിച്ചു. ലോകസ്ഥാപനം മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതാത്ത എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. ദൈവം പ്ലാൻ ചെയ്ത് അർപ്പിച്ചതാണ്. ഇപ്പോൾ പലരും പറയുന്ന ഒരു ആരോപണം, ദൈവത്തിന് ബുദ്ധിയൊന്നും ഇല്ലെന്നേ, പ്ലാൻ എ പരാജയപ്പെട്ടു, അപ്പോൾ ദൈവം പ്ലാൻ ബി കൊണ്ടുവന്നു. ഒരിക്കലുമല്ല. ദൈവം അങ്ങനെ, ദൈവത്തിന് പരാജയം സംഭവിച്ചതോ ബുദ്ധിമോശം സംഭവിച്ചതല്ല. ആണോ? അല്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച അതിശ്രേഷ്ഠമായ രക്ഷയുടെ
നിഴലായിട്ടാണ് ദൈവം കൊണ്ടുവന്നത്. ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല. അത് യാഗം അർപ്പിച്ച ആ ന്യായപ്രമാണത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അവരത് മനസ്സിലാക്കണമായിരുന്നു. ആ പൊരുൾ വന്നപ്പോൾ പൊരുളിനെ അംഗീകരിക്കണമായിരുന്നു. എന്താ ഇന്നത്തെ പരാജയം? അതാണല്ലേ നമ്മൾ 9:9 വായിച്ചത്. ആ കൂടാരം ഈ കാലത്തേക്ക് എന്താണ് ഒരു സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഇന്നും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? സ്വന്തം ബലികളിൽ, യാഗങ്ങളിൽ, തീർത്ഥാടനങ്ങളിൽ, കർമ്മങ്ങളിൽ ആശ്രയിക്കുന്നു. ദൈവം അർപ്പിച്ച പരമയാഗത്തിൽ, ഏകയാഗത്തിൽ എന്നേക്കും സൽഗുണപൂർത്തി വരുത്തുന്ന സദാകാലത്തേക്കും മതി. സമാധാനമായിട്ട് കിടന്നു പറയാം ഇത് പോയിട്ട്. ഇന്നല്ല എന്നും. UK പോയില്ലേലും ഒരു പ്രശ്നമില്ല, അമേരിക്കയിൽ പോയില്ലേലും പ്രശ്നമില്ല. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നടന്നില്ലേലും വല്ല കുഴപ്പമുണ്ടോ? എന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ല. ഒരു കാര്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, ഉറപ്പ് തന്നിട്ടുണ്ട്. അത് കാലാന്തരത്തിൽ ചരിത്രത്തിലൂടെ ദൈവം അത് വരച്ച് കൊണ്ടുവന്ന് തൻ്റെ പുത്രനെ ആ ക്രൂശിൽ ബലിയർപ്പിക്കുന്ന മനോഹരമായ ചിത്രം. അതിൽ നമുക്ക് വിശ്വസിച്ച് ആശ്രയിക്കുവാൻ ദൈവം കൃപ നൽകി. സദാകാലത്തേക്കും സൽഗുണപൂർത്തി. ലോസ്ലേഖനത്തിൽ നമ്മൾ ആവർത്തിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ് ലോസ്ലേഖനം 2:10 വാക്യം. അവിടെ എങ്ങനെയാണ്? സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തുവിൽ സദാകാലത്തേക്ക് എന്ത് വരുത്തി? പരിപൂർണത, പൂർണ്ണത. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ യാഗത്താൽ. 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഈ ലേഖനത്തിൽ നമുക്ക് വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 2:10. അനേകം പുത്രന്മാരെ എങ്ങോട്ട് നടത്തുമ്പോൾ? തേജസ്സിലേക്ക്. നഷ്ടപ്പെടുത്തില്ലേ അവിടെ? ഏതെങ്കിലും നഷ്ടപ്പെട്ട ആ തേജസ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോകുന്നത്. ദൈവിക തേജസ്സിലേക്ക്. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. പുത്രനെങ്കിലും അവിടെ നിന്ന് തുടങ്ങിയ തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്നവരോട് സഹതപിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടു എന്ന് ഒരാൾ പറഞ്ഞാൽ എന്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത്? രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാനായിട്ട് കഴിയും. ഒരു ന്യായമായ ചെറിയ ബുദ്ധിയിൽ നിന്ന്. എന്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത്? അവിടെ പറഞ്ഞിരിക്കുക നിത്യരക്ഷ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ, നിത്യരക്ഷ. തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സദാകാലത്തേക്ക് അല്ല. അപ്പം ചെറിയ കുഴപ്പങ്ങൾ. അപ്പം ഇന്ന് അതായിരുന്നു ചോദ്യം. അപ്പോൾ ഇന്ന വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രദറെ, ഇന്ന വാക്യത്തിൽ സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ അത് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ എവിടെ കിട്ടും? ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് അതിനെല്ലാം പദ്ധതികളുണ്ട്. പക്ഷെ ഈ യാഗം പരമമായ യാഗമാണ്, സൽഗുണപൂർത്തി വരുത്തുന്നതാണ്, അത് നിത്യരക്ഷ നൽകുന്നതാണ്. എന്നേക്കുമുള്ള ആ നഷ്ടപ്പെട്ട ആ ദൈവിക തേജസ് തിരികെ നൽകുന്ന യാഗമാണ് ഈ യാഗം. കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മനഃപൂർവമായി ദൈവം നൽകിയ യോഗ്യത എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ ആത്മീക പദവി, വിശുദ്ധൻ അല്ലേ? വിശുദ്ധീകരിക്കപ്പെട്ടവരാരോ? കൊലോസിയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. അപ്പോൾ പറയാം, നെല്ലിക്കുന്നുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത് ആരാ? നമ്മളാരാ?
നീതിമാന്മാർ. ദൈവം പറയാ നീതിമാൻ ആരുമില്ല, പക്ഷെ ദൈവം പറയാ നിങ്ങളൊക്കെ നീതിമാന്മാരാണ്, നിങ്ങൾ നീതിമാന്മാരാണ്, വിശുദ്ധന്മാരാണ്, ദൈവമക്കളാണ്, യു ആർ ഹോളി, നിങ്ങൾ നീതിമാന്മാരാണ് എന്ന് ദൈവം പറയുക. ആ ദൈവം നൽകിയ യോഗ്യത നമ്മൾ പണിയെടുത്തിട്ടോ നമ്മൾ ചിലവാക്കിയിട്ട് കിട്ടിയതല്ല, നമ്മളെക്കൊണ്ട് ഒരിക്കലും സാധിക്കാത്തത് ദൈവം സൗജന്യമായി നൽകിയതാണ്. അതിന് യോഗ്യമായി ജീവിക്കാതിരുന്നാൽ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ, ക്രിയകൾ ആരുടെ കയ്യിലുണ്ട്? ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അവിടെ ദൈവം എന്തു ചെയ്യുന്നില്ല? ആ പദവിയോ നിത്യരക്ഷയോ സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിട്ട് അയ്യോ ഞാനത് ഒരു അബദ്ധം പറ്റിയതാണ്, ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ദൈവം അതിൻ്റേതായ നിലയിൽ അതിന് ക്രമീകരണങ്ങൾ വരുത്തും. ഞാൻ സാധാരണ പറയുന്ന അതിനൊരു ഉദാഹരണമാണ്, ഇപ്പം നമ്മൾ അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 3 കാര്യം ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ? തന്നെത്താൻ ശോധന ചെയ്യണം, തന്നെത്താൻ വിവേചിക്കണം, പിന്നെ തന്നെത്താൻ വിധിക്കണം. നാട്ടുകാരെ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്നവരെയും വിധിക്കാനും ശോധന ചെയ്യാനും അല്ല പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ ശോധന ചെയ്യണം, വിവേചിക്കണം, വിധിക്കണം. ഒടുവിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 30-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, 30-31 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിധിക്കപ്പെടുന്നുവെങ്കിലോ, നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല. നാം വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടു കൂടെ, പറയാമോ, ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കാവുന്നു. അപ്പോൾ വ്യക്തമായിട്ട് അവിടെ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ, പിന്നെ ലോകം. നമ്മൾ ലോകക്കാരോടുകൂടെ ശിക്ഷാവിധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്, വിശുദ്ധന്മാരായതുകൊണ്ട്, കർത്താവിൻ്റെ മക്കളായതുകൊണ്ട് കർത്താവ് നമ്മൾ എന്ത് ചെയ്യുക? അത് നല്ലതല്ലേ? അതുകൊണ്ട് എബ്രാഹിം ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 12-ാം അധ്യായത്തിൽ, അത് ഏറ്റവും നല്ലതാണ്, അത് സ്വീകാര്യമാണെന്ന്. അതെന്തോ നമ്മൾ ഈ മക്കളല്ല, എപ്പോഴാണ് മക്കളല്ലാതെ ആവുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ബാലശിക്ഷ നൽകുന്നത്. അതുകൊണ്ട് അതിൽ മുഷിയരുത്, നിരസിക്കരുത് എന്നൊക്കെയാണ് 12-ാം അധ്യായത്തിൽ ഈ എബ്രാഹിം 12-ൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മക്കളാണ് എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു ഏകയാഗത്താൽ, പരമമായ യാഗത്താൽ എന്നേക്കുമുള്ള സമ്പൂർത്തിയാണ്, വിശുദ്ധീകരണമാണ് യേശുക്രിസ്തുവിൽ കൂടെ, കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം അവിടെയുണ്ട്, 4-ാമത്തെ കാര്യം എന്താണ്? ഇത് പുതുനിയമത്തിൻ്റെ വാഗ്ദാനമാണ്. അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 5 മുതൽ 9 വരെയുള്ള വാക്യം. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു, സർവ്വാംഗഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവ്വാംഗഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 2-ാമത്തേതിനെ സ്ഥാപിപ്പാൻ 1-ാമത്തേതിനെ നീക്കിക്കളയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാൻ എ പരാജയപ്പെട്ടതുകൊണ്ട് ദൈവം കൊണ്ടുവന്നതല്ല പ്ലാൻ ബി എന്ന് പറയുന്നത്. നേരത്തെ ദൈവം ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹനനയാഗത്തിലും വഴിപാടിലും നീ പ്രസാദിച്ചില്ല, നീ ഇച്ഛിച്ചില്ല. നീ എനിക്കായി എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 2-ാമത്തേതിനെ സ്ഥാപിപ്പാൻ
ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. അനേകരുടെയും പരാജയം ആ ഒന്നാമത്തെ സൽഗുണപൂർത്തി വരുത്താൻ കഴിയാത്ത, അടുത്തു വരുന്ന ആരാധനക്കാരൻ്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത, അവനെയും കൂടെ ദൈവത്തിനെ ആരാധിക്കുവാൻ യോഗ്യനാക്കി തീർക്കുവാൻ കഴിയാത്ത ആ ഒന്നാമത്തെ യാഗങ്ങളിൽ അവനെ തളച്ചിടുകയാണ്, കെട്ടിയിടുന്നതാണ് ഇന്ന് അനേക മതങ്ങളും സമുദായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് പുതിയ നിയമം സ്ഥാപിച്ചു. കർത്താവ് ഒടുവിലത്തെ അത്താഴത്തിൽ കർത്തൃമേശാചരണ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, പാനപാത്രം കൊടുത്തുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഇത് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്താണ്? എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പെസഹ ആചരണമാണല്ലോ. പെസഹ ആചരണം എന്താ? ഒരു ജനത, ഒരു രാഷ്ട്രം, ഒരു നേഷൻ മറ്റൊരു രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിൻ്റെ ഓർമ്മയാണത്. എന്നാൽ എന്നേക്കുമായി പാപത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന്, പൈശാചികൻ്റെ ബന്ധനത്തിൽ നിന്ന് ദൈവം മാനവർഗത്തെ വിടുവിക്കാനായിട്ട് ദൈവം അർപ്പിച്ച, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടത്? എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ. കാരണം ഇത് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമം. ഒന്നാമത്തെ നിയമം എന്താ? രക്തം കൊണ്ടാണ് സ്ഥാപിച്ചു. അദ്ദേഹത്തിൽ പറയുന്നുണ്ട്, അതും രക്തം കൊണ്ടാണ് സ്ഥാപിച്ച്. എന്നാൽ ഇതാ എൻ്റെ രക്തം കൊണ്ട്, കാളയുടെ ആട്ടുകൊറ്റൻ്റെയും രക്തം കൊണ്ടല്ല, എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമം. ആ നിയമത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ നിയമം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞല്ലോ, അവിടെ ആ ആടുകളുടെയും കാളകളുടെയും രക്തത്തിന് പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിവുള്ളതല്ല. എന്നിട്ട് ഇവിടെ പറയുകയാണ്, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സാധിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വീണ്ടെടുപ്പിനായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം ലഭിച്ചത്? അതിൻ്റെ 19 മുതലുള്ള വാക്യം നമുക്ക് പരിചിതമായ വാക്യം വായിച്ചു. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥത്തോടെ അടുത്തു ചെയ്യുക, പ്രത്യാശയോടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ല. ഓ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും ദേവാലയത്തിൽ പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് എടുത്ത് എന്ത് ചെയ്യുക? അടുത്ത് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഓ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മോട് വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നീ അത് കൊണ്ടുപോവാ, നീ ഇത് കൊണ്ടുപോവാ, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഒന്നും വേണ്ട. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം പറയുന്നത് മാത്രമാണ്. എന്താണ്? പരമാർത്ഥ ഹൃദയത്തോടെ, ശുദ്ധ മനസാക്ഷിയോടുകൂടെ. നീ ഒരു തെറ്റും ചെയ്യാതെ വരണം എന്നുള്ളതല്ല. എന്ത് വേണം? തെറ്റ് ചെയ്തതിനും വരാം. എങ്ങനെ? അതെല്ലാം കവറപ്പ് ചെയ്തിട്ടല്ല, പരമാർത്ഥ ഹൃദയത്തോടെ. മറ്റേ പുള്ളി പറഞ്ഞില്ലേ, 2 പേര് പോയി പ്രാർത്ഥിക്കാൻ പോയത്. ഒരാൾ എന്താ പറഞ്ഞത്? അവൻ്റെ നിപ്പ് കണ്ടോ? അവനെങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങൾ മനസ്സിൽ വന്ന് നോക്കി. അത് മതി. അവൻ വേറെ ഒന്നും പറഞ്ഞു. അവൻ്റെ ബ്ലാങ്ക് ഷീറ്റാണ്. ദൈവത്തിന് അതിലെല്ലാം വായിക്കാൻ പറ്റും. മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, പാപിയായ എന്നോട് കരുണയുണ്ടാകണം. മതി. അതാണ് പരമാർത്ഥ. അതെ, ദൈവമേ നിനക്കെല്ലാം അറിയാം, എല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാം. ഈ രക്ഷിക്കപ്പെടുന്നത് അങ്ങനെയല്ലേ? നമ്മൾ അങ്ങനെയല്ലേ രക്ഷിക്കപ്പെട്ടെ? അല്ലേ? കർത്താവേ, ഞാൻ പാപിയാണ്, നിനക്കറിയാം എൻ്റെ കാര്യം. സ്വർഗത്തിൽ പോകാനൊന്നും എനിക്ക് ഒരു അർഹതയും ഇല്ല, യോഗ്യതയുമില്ല. 10 നരകത്തിൽ പോകാൻ ഞാൻ യോഗ്യനായവനാണ്.
എന്നാൽ നിൻ്റെ പുത്രൻ്റെ ചങ്കലെ ചോരയാലാണ് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് എനിക്കുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. എന്താണ്? പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ദൈവം തൻ്റെ പുത്രനെ ക്രൂശിലർപ്പിക്കാമെന്ന് പഴയ നിയമത്തിൻ്റെ ഏടുകളിൽ കൂടെ ഈ യാഗങ്ങളും വഴിപാടുകളും ഈ എല്ലാവിധമായ ആചരണങ്ങളിൽ കൂടെയും ദൈവം അത് വാഗ്ദത്തം ചെയ്തു. അത് ദൈവം നിവർത്തിച്ചിരിക്കുകയാണ്. ആ പ്രത്യാശയുടെ സ്വീകാര്യത, അക്സെപ്റ്റൻസ് മുറുകെ നിങ്ങൾ പിടിക്കണം. വിശ്വസിക്കണം. ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കണം. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആ കർത്താവിൻ്റെ സന്നിധി ഉണ്ടല്ലോ, അവിടെ ആ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള ആ വഴി 2 തിരശ്ശീലകൾ കൊണ്ട് സാധാരണ മനുഷ്യൻ്റെ മുമ്പിൽ അടയ്ക്കപ്പെട്ടത് യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ എന്ത് ചെയ്തു? ചീന്തി. നമുക്ക് ആ ദിവ്യ സാന്നിധ്യത്തിലേക്ക്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ നമ്മുടെ റൂമിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് കൃപാസനം ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വരികയാണ്. ആ സന്നിധിയുടെ ആ സാമീപ്യം, ആ അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. എപ്പോഴും ഒരു ശുദ്ധ മനസ്സാക്ഷി, ശുദ്ധമായ ഹൃദയം, ഒരു പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ നമുക്കിടയായി തീർന്നുവെങ്കിൽ നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ വേലയും എല്ലാം ദൈവത്തിന് സുഗ്രാഹ്യയാഗമായി തീർന്നേനെ. അങ്ങനെ നമ്മുടെ ജീവിതമായി തീരുവാൻ, നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ ആയിത്തീരുവാനായിട്ട് കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകും.